വൈറ്റ് കോഡിംഗ് അറിയാത്തല്ലോ മടൽ വെട്ടി തല്ലണമെന്നോ? എന്താ ഈ വൈറ്റ് കോഡിങ്? വൈറ്റ് കോഡിംഗ് അറിയാത്തവനെ മടൽ വെട്ടി തല്ലണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കോഡിംഗ് ആണ് എല്ലാം എന്ന് വിചാരിക്കുന്നവനെ മടൽ വെട്ടി തല്ലണം എന്ന് ഞാൻ പറയും. ബിക്കോസ് ശരിക്കും ഈ വൈറ്റ് കോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടേം 2025 എമേർജ് ചെയ്തിട്ടുള്ള ഒരു വേർഡിംഗ് ആണ്. ഓപ്പൺ എഐയുടെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ആൻഡ്രേജ് കർപാത്തി എന്ന് പറയുന്ന ആളാണ് ആക്ച്വലി ഇങ്ങനെ ഒരു വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത്. ബേസിക്കലി എന്താണ് വൈറ്റ് കോഡിംഗ്? അത് AI അസിസ്റ്റഡ് ആയിട്ടുള്ള വെബ് ഡെവലപ്മെന്റ് ആണ് ശരിക്കും വൈറ്റ് കോഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് വൈറ്റ് കോഡിംഗിൻ്റെ അത് നടക്കുന്നത് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എക്സിക്യൂട്ടബിൾ കോഡിംഗ് ജനറേറ്റ് ചെയ്യാന്ന് പറയും. നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ ChatGPT പോലുള്ള ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന്റെ കോഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള കോഡിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ കഴ്സർ, അതുപോലെ തന്നെ റെപ്ലീറ്റ്, ഗിറ്റ്ഹബിന്റെ കോപ്പൈലറ്റ്, ഇങ്ങനെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. സോ ഇതിനകത്തൊക്കെ ബേസിക്കലി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊസീജിയറിലായിട്ട് അതിന്റെ ലോജിക്കൽ തിങ്കിങ്, അതിനെ സ്ക്രിപ്റ്റ് വൈസ് ആയിട്ട് നമ്മൾ AI ടൂളിന് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന കോഡിംഗ് എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി വൈറ്റ് കോഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് സ്കിൽ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഒരു എക്സ്പേർട്ട് വൈറ്റ് കോഡർക്ക് വേണ്ട കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രോംപ്റ്റ് ഡ്രിവൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ അറിയണം. അതുപോലെ AI അസിസ്റ്റഡ് ഡീബഗിങ് അറിയാൻ പറ്റണം. ഈ തരത്തിലുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഐറ്ററേഷൻസ് വേണം. അപ്പോൾ ഇതിനകത്തൊക്കെ പ്രോപ്പർലി ഒരു എക്സ്പേർട്ട് പ്രോഗ്രാമർക്കാണ് എന്ത് ചെയ്യുക, ശരിക്കും വൈറ്റ് കോഡിംഗ് എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. വൈറ്റ് കോഡിംഗ് ഈസ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇൻസ്റ്റെഡ് ഇറ്റ്സ് അനദർ ലെവൽ ഓഫ് ദി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്.